أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ-ളുഹായിലെ ആദ്യ 3 വചനങ്ങളാണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: പൂർവാനത്തെ കൊണ്ടും രാവിനെ കൊണ്ടും സത്യം, അത് സർവത്ര അന്ധകാരമയമാകുമ്പോൾ നിന്റെ നാഥൻ നിന്നെ കൈവെടിഞ്ഞിട്ടില്ല, അവൻ വെറുത്തിട്ടുമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് നൽകിയ മറ്റൊരു അർത്ഥം ഇപ്രകാരമാണ്. അല്ലാഹു തആല പറയുന്നു, വളുഹാ വല്ലൈലി ഇദാ സജാ. ലോകത്ത് ചില ആളുകളുണ്ട്, അവർ ഓരോ ദിവസവും പുലരുമ്പോൾ കളിതമാശയിലും മദ്യലഹരിയിലും ചൂതാട്ടത്തിലും അതുപോലെയുള്ള മറ്റ് വ്യർത്ഥമായ കാര്യങ്ങളിലും മുഴുകി ആ ദിവസം അവസാനിപ്പിക്കുന്നു. അതുപോലെ രാത്രിയിൽ നൃത്ത സദസ്സുകളിലും ഉറക്കങ്ങളിലുമായി അതും കഴിച്ചുകൂട്ടുന്നു. അല്ലാഹു തആല പറയുന്നു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇക്കൂട്ടരുടെ രാവും പകലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാവും പകലുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് കാണുന്ന ആളുകൾ പറയും, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന പ്രവർത്തികൾ ആയിരുന്നോ നിങ്ങൾ ചെയ്തിരുന്നത്? ഈ അവസ്ഥയിൽ രാത്രിയിലും പകലും കഴിച്ചുകൂട്ടിയ ഒരാളെ അള്ളാഹു എങ്ങനെ കൈവെടിയാനാണ്? അള്ളാഹു എങ്ങനെ നിരാശനാകാനാണ്? പറയുന്നു, വളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ പകലിനെയും താങ്കളുടെ രാത്രിയെയും നാം നിനക്ക് സാക്ഷി പറയുന്നതായി മാറ്റുന്നതാണ്. അള്ളാഹു ഒരിക്കലും താങ്കളെ ഉപേക്ഷിക്കുകയില്ല. അള്ളാഹു ഒരിക്കലും താങ്കളിൽ നിരാശനാവുകയുമില്ല. ഇത് ഒരു ദഅവയാണ്. അതായത്, ഫഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഞാൻ നിങ്ങളിൽ ഒരു നീണ്ട കാലം കഴിച്ചുകൂട്ടി. ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും തിന്മ പ്രവർത്തിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ശ്രമിച്ചാൽ പോലും എൻ്റെ 40 വർഷ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം പോലും തെളിയിച്ച് കാണിക്കാൻ സാധിക്കുകയില്ല. ഈ ദഅവ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ളതാണ്. എന്നാൽ വളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്നത് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. പറയുന്നു, എൻ്റെ ഓരോ ദിവസവും നിങ്ങളുടെ മുൻപിലുണ്ട്. ഒരു ദിവസത്തിന് ശേഷം മറ്റൊരു ദിവസം അത് അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. അതുപോലെ ഓരോ രാത്രിയും നിങ്ങളുടെ മുൻപിലുണ്ട്. അതും ഒന്നിന് ശേഷം മറ്റൊന്ന് എന്ന നിലയിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഓർത്തുകൊള്ളുക, എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും വ്യക്തമായ തെളിവുകളാണ് പുലർന്നുകൊണ്ടിരിക്കുന്നത്. അതായത്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്നതിൻ്റെ ഇവിടെ അല്ലാഹു തആല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യത്തിനുള്ള ഒരു വ്യക്തമായ അടയാളം കൂടി കാണിക്കുകയാണ്. പറയുന്നു, ഞാൻ പ്രവചിക്കുന്നത് ഇതാണ്: താങ്കളുടെ ഓരോ ദിവസവും എൻ്റെ പൂർണ്ണ തൃപ്തിയോടെയാണ് കഴിച്ചുകൂട്ടുന്നത്. അതുപോലെ തന്നെ താങ്കളുടെ ഓരോ രാത്രിയും എൻ്റെ പൂർണ്ണ തൃപ്തിയോടെയാണ് കഴിച്ചുകൂട്ടുന്നത്. താങ്കളുടെ മുൻകഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചലഞ്ച് ചെയ്തു കഴിഞ്ഞു. ഇത് ഭാവികാല ജീവിതത്തെക്കുറിച്ചാണ്. ഈ ആയത്തിൻ്റെ 4ാമത്തെ മറ്റൊരർത്ഥം ഞെരുക്കത്തിൻ്റെയും വിശാലതയുടെയുമാണ്. ഈ 2 അവസ്ഥയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 2 അവസ്ഥയിലും അള്ളാഹു തൻ്റെ ദാസന്മാരുമായി പെരുമാറിയിട്ടുമുണ്ട്. ഏതുപോലെ ഭൗതികമായ കാര്യങ്ങളിൽ ചില സമയത്ത് വിശ്രമത്തിനുള്ള സമയം ലഭിക്കുന്നു, ചിലപ്പോൾ പ്രയാസത്തിൻ്റെ സമയവും വന്നെത്തുന്നു. അതുപോലെ ആത്മീയതയിലും ചില സമയം വരാറുണ്ട്.
ആ സമയത്ത് മനുഷ്യൻ വളരെ അധികം സമയം അള്ളാഹുവിൻ്റെ മുൻപിൽ കുനിയാറുണ്ട്. ചില സമയം അവനിൽ ഞെരുക്കത്തിൻ്റെ സമയം വരുന്നു. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, ഒരിക്കൽ ഒരു സ്വഹാബി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, ഞാൻ മുനാഫിക്കാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ താങ്കളെ മുഅ്മിനായി മനസ്സിലാക്കുന്നു. അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, ഞാൻ മുഅ്മിനല്ല, മുനാഫിക്കാണ്. ഞാൻ അങ്ങയുടെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഭാഗത്ത് സ്വർഗവും മറുഭാഗത്ത് നരകവും എനിക്ക് കാണാൻ സാധിക്കുന്നു. ആ സമയത്ത് എൻ്റെ ചിന്തയും പ്രവൃത്തികളുമെല്ലാം തന്നെ ഇത് രണ്ടും നോക്കിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ ഞാൻ വീട്ടിൽ പോയാൽ ഈ അവസ്ഥ ഉണ്ടാകാറില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് യഥാർത്ഥ ഈമാനാണ്. അള്ളാഹു എല്ലായ്പ്പോഴും ഒരേ അവസ്ഥയാണ് വെക്കുന്നത് എങ്കിൽ താങ്കൾ എങ്ങനെ മരണമടയാനാണ്? ഞെരുക്കത്തിൻ്റെയും വിശാലതയുടെയും അവസ്ഥ ഓരോ മനുഷ്യരിലും വരാറുണ്ട്. അത് വലിയവരായാലും ചെറിയവരായാലും ശരി. മനുഷ്യൻ ദീനീപരമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഉദാഹരണം, നമസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയവ. ഭൗതിക ജോലികളിലും കളിതമാശകളിലും മുഴുകാറുമുണ്ട്. എന്നാൽ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്നാണ്. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയും വിശാലതയുടെ അവസ്ഥയും എല്ലാം തന്നെ അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരുന്നു എന്നാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.